എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈസ്റ്ററായിട്ട് നല്ലൊരു പാലപ്പം വേണ്ടേ? അപ്പോൾ നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് പച്ചരിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഒരു 4-5 മണിക്കൂർ നേരം ഞാൻ ആദ്യം തന്നെ കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് നാളികേരം ചിരകിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 2 കപ്പ് നാളികേരം 1 കപ്പ് ചോറുമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ വൈറ്റ് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കണ്ട നാളികേരത്തിൻ്റെ വെള്ളമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നല്ല മൂത്ത നാളികേരം, പിന്നെ കുറച്ച് കരിക്കും കൂടി ചേർക്കുന്നുണ്ട്. കരിക്കാണ് കേട്ടോ ആ വെള്ളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്നത്. അതാണ് കേട്ടോ ഞാനിതിൽ പുളിക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് തന്നെ. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ ഇതിലേക്ക് ഞാൻ സോഡാപ്പൊടി, ഈസ്റ്റോ അങ്ങനെ ഒന്നും ചേർക്കണില്ല ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല പോലെ കൈകൊണ്ട് കുഴക്കുകയാണ് കേട്ടോ. നല്ലപോലെ നമ്മളിതൊന്ന് മിക്സാക്കി കൊടുക്കണം, കൈകൊണ്ട് തന്നെ ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ 2 കപ്പ് നാളികേരത്തിൻ്റെ വെള്ളമാണ് ഇതിൽ ചേർത്തേക്കണത്. എന്നിട്ട് ഞാൻ ഇത് കുതിർത്ത് വയ്ക്കാൻ പോവുകയാണ്. ഒരു 3 മണിക്കൂർ നേരം ഞാനിത് കുതിർത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ, 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും നമുക്കിത് സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ അരിയിൽ ഈ നാളികേരമൊക്കെ ആ വെള്ളമൊക്കെ അങ്ങ് നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഒന്ന് അരച്ചെടുത്ത് ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മാവും കൂടി ഇതിലേക്ക് അരച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ലേ, നല്ലപോലെ ഇപ്പം തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം. അതേ രീതിയിലാണ് കേട്ടോ നമ്മുടെ മാവ് ഇരിക്കുന്നത്. നല്ല പോലെ സോഫ്റ്റായിട്ടും നല്ല നന്നായിട്ട് നമ്മുടെ മാവ് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അത്ര മതി കേട്ടോ നമ്മുടെ ഈ മാവ് നല്ലപോലെ പുളിച്ച് പൊന്തി വരാനായിട്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും മാവ് എടുത്തപ്പോഴത്തേനും കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം. ഒരപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് പതുക്കെ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇതിലിങ്ങനെ കുറച്ച് ഹോൾസൊക്കെ വന്നു കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഹോൾസ് വരണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ അപ്പം നല്ല പോലെ അരികൊക്കെ മൊരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതേ രീതിയിൽ അപ്പം ചുടുവാണെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പത്തിൻ്റെ റെസിപ്പി. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയച്ചു തരാം.